15 വർഷം മുൻപുള്ള ഒരു വൈകുന്നേരം. സ്ഥലം ചങ്ങനാശ്ശേരി അൽഫോൻസ സ്നേഹ നിവാസ്. അനാഥരും അശരണരുമായ കുട്ടികൾക്കുള്ള ദൈവത്തിന്റെ ആലയം. അവിടുത്തെ അന്തേവാസികളിൽ ഒരാളാണ് 3 വയസ്സുകാരൻ അപ്പു. വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടാണ് അപ്പുവിനെ അമ്മ പുഷ്പ സ്നേഹനിവാസിൽ എത്തിക്കുന്നത്. ദൂരെ ഒരു സ്ഥലത്ത് വീട്ടുജോലിക്കാരിയായി പോയ അമ്മ വല്ലപ്പോഴും മകനെ കാണാൻ വരും. അന്ന് അമ്മ മകനെ കാണാൻ വന്നപ്പോൾ സ്നേഹനിവാസിലെ സിസ്റ്റർക്ക് ഒരു കുസൃതി തോന്നി. അമ്മയുടെയും മകന്റെയും ഒരു ഫോട്ടോ എടുത്തു. കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ ദാമോദരൻ ജാനകി ദമ്പതികൾക്ക് 10 മക്കൾ. അതിലൊരാളാണ് പുഷ്പ. 5ാം ക്ലാസ്സിൽ പുഷ്പയുടെ പഠനം മുടങ്ങി. തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല. വീടിനടുത്തുള്ള ബിജു എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായി. വീട്ടുകാരുടെ എതിർപ്പ് കാര്യമാക്കാതെ 18ാം വയസ്സിൽ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ഇറങ്ങി. പിന്നീട് പാലാ താലൂക്ക് ആശുപത്രിയിൽ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അന്ന് അമ്മ ജാനകിയായിരുന്നു പുഷ്പയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ രഞ്ജിത്ത് എന്നാണ് അമ്മ പേര് പറഞ്ഞുകൊടുത്തത്. സന്തോഷ ജീവിതമായിരുന്നില്ല പിന്നീട് പുഷ്പയെ കാത്തിരുന്നത്. പ്രണയവിവാഹം എന്ന കാട്ടുതീ അപ്പോഴും കുടുംബത്തിൽ അണഞ്ഞിരുന്നില്ല. ഭർത്താവിന്റെ വീട്ടിലും സ്വസ്ഥത കിട്ടിയില്ല. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോരേണ്ടി വന്നു. അമ്മ മരിക്കുന്ന കാലത്തോളം സ്വന്തം വീട്ടിൽ നിന്നു. പിന്നെ ഞങ്ങൾ അവിടെ അധികപ്പറ്റായി. പിന്നെയും വന്നു ദുർവിധി. ഹൃദയാഘാതം മൂലം ഭർത്താവ് മരിച്ചു. അപ്പൂസിനെ ചേർത്തു നിർത്തി ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ പുഷ്പയുടെ കണ്ണിൽ മഴ പെയ്യുകയായിരുന്നു. അമ്മയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മകൻ തുടച്ചു. ഒടുവിൽ പുഷ്പ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി. സുഹൃത്തിന്റെ സഹായത്തോടെ കാസർഗോഡുള്ള വീട്ടിൽ ഹോം നഴ്സായി ജോലി കിട്ടി. പക്ഷേ വീട്ടുകാർ തീർത്തു പറഞ്ഞു, കുഞ്ഞിനെ ഇവിടെ പറ്റില്ല. കുഞ്ഞിനെ വളർത്തണമെങ്കിൽ ജോലി ചെയ്തേ പറ്റൂ. ആ അന്വേഷണം ചെന്നെത്തിയത് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഫാത്തിമാപുരം അൽഫോൻസ സ്നേഹനിവാസിലാണ്. 3 വയസ്സുള്ള മകനെ അനാഥാലയത്തിലാക്കാൻ ജീവിതത്തിൽ ആദ്യമായി പുഷ്പ തീവണ്ടി കയറി. ചങ്ങനാശ്ശേരി അടുക്കും തോറും പുഷ്പ മകനെ മുറുകെ പിടിച്ചു. ഏതാനും മണിക്കൂർ കൂടി കഴിഞ്ഞാൽ മകനോട് യാത്ര പറയണം. ഹൃദയം പറിച്ചു കൊടുക്കുന്ന വേദനയോടെ ആ പെറ്റമ്മ മകനെ അൽഫോൻസ സ്നേഹാനിവാസിലെ സിസ്റ്റർമാർക്ക് കൈമാറി. അമ്മ വിളിച്ചിരുന്ന പോലെ അവരും അവനെ അപ്പൂസേ എന്ന് വിളിച്ചു. പിന്നെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും മകനെ കാണാൻ ആ അമ്മ മധുര പലഹാരങ്ങളുമായി ഓടി വന്നു. അമ്മയെ കാണാൻ മകനും കാത്തിരുന്നു. അങ്ങനെ അപ്പൂസിന് അമ്മ മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന മധുരമായി മാറി. അതിനിടയിൽ പുഷ്പ ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ വല്യമ്മയ്ക്ക് സുഖമില്ലാതെ കിടപ്പിലായി. ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രകൾ മുടങ്ങി. മാസങ്ങൾ കഴിഞ്ഞ് വല്യമ്മയുടെ മരണശേഷമാണ് പുഷ്പ സ്നേഹാനിവാസിലെത്തുന്നത്. അത് ഹൃദയം നുറുക്കുന്ന കാഴ്ചയായിരുന്നു. സ്നേഹാനിവാസ് ഉണ്ടായിരുന്ന സ്ഥലത്തുകൂടെ റെയിൽവേ ട്രാക്ക്. പുഷ്പയ്ക്ക് കണ്ണിൽ ഇരുട്ടു കയറുന്നത് പോലെ തോന്നി. പലരോടും തിരക്കി. ആർക്കും കാര്യമായ ഒരു വിവരവും നൽകാൻ കഴിഞ്ഞില്ല. കരഞ്ഞു തളർന്നൊടുവിൽ മധുര പലഹാരങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് പുഷ്പ കാസർഗോട്ടേക്ക് തീവണ്ടി കയറി. അന്നു മുതൽ മകനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ അമ്മ. കോട്ടയം ജില്ലയിൽ തിരുവഞ്ചൂരിൽ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ വച്ച് ഒടുവിൽ പുഷ്പ തന്റെ മകനെ കണ്ടെത്തി. ഞാൻ അവിടെ എത്തിയപ്പോൾ കുറച്ചു കുട്ടികൾ പടിയിറങ്ങി വരുന്നു. എന്റെ മകനെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ അവന് മനസ്സിലായില്ല. 13 വർഷത്തിനു ശേഷം കാണുന്നതല്ലേ. അവനേറെ വളർന്നു. നല്ല ഉയരം. എത്ര വളർന്നാലും മകനല്ലേ. മുന്നിലെത്തുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകാതിരിക്കുമോ? അന്ന് TJ ആന്റണിയായിരുന്നു ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട്. അപ്പു മകനാണെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ പുഷ്പയ്ക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല പുഷ്പയ്ക്ക് പോലും അന്ന് തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അപ്പൂസിന്റെ ജനന സർട്ടിഫിക്കറ്റാണ്. അതിൽ കുഞ്ഞിന്റെ പേര് രഞ്ജിത്ത് ബിജു എന്നായിരുന്നു. മാത്രമല്ല മകൻ അമ്മയെ തിരിച്ചറിഞ്ഞുമില്ല. സൂപ്രണ്ട് നിസ്സഹായത വെളിപ്പെടുത്തി. നിന്റെ അമ്മയാ മോനെ ഞാൻ, മകനു മുന്നിൽ നിന്ന് ആർത്തലയ്ക്കുന്ന കണ്ണീരോടെ പുഷ്പ പറഞ്ഞു. പെട്ടെന്നുണ്ടായ സംഭ്രമത്തിൽ അപ്പൂസ് ഒന്നും മിണ്ടിയില്ല. പുഷ്പയുടെ കയ്യിൽ നിന്നും അപേക്ഷയും ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും വാങ്ങിയാണ് സൂപ്രണ്ട് ആന്റണി അവരെ യാത്രയാക്കിയത്. DNA പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. മകൻ അമ്മയ്ക്ക് സ്വന്തമായ ദിവസം. ചിൽഡ്രൻസ് ഹോമിലെ കൂട്ടുകാരോട് വേദനയോടെ വിട പറഞ്ഞ അപ്പൂസ് ഇപ്പോൾ പാലായ്ക്കടുത്ത് കടപ്ലാമറ്റത്ത് അമ്മയുടെ സംരക്ഷണയിലാണ്. കുഞ്ഞപ്പനും 2 ആൺമക്കളും ഇവരോടൊപ്പമുണ്ട്. ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് 10ാം ക്ലാസ് പാസ്സായ അപ്പൂസ് സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ്സ് കോഴ്സ് പൂർത്തിയാക്കി. KTDC ഹോട്ടലിൽ ജോലിയുമായി. തിരിച്ചു കിട്ടില്ലെന്നു കരുതിയ മകന് ഇഷ്ടമുള്ള ആഹാരമുണ്ടാക്കി കൊടുത്ത് സന്തോഷിക്കുകയാണ് ഇപ്പോൾ പുഷ്പ.